ബാക്ക് ടു അവർ ചാനൽ. അപ്പോഴത്തേക്ക് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവുകയാണ്. നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. നമ്മുടെ ആമിക്കുട്ടി ഇവിടെ ഇല്ല, അപ്പോൾ അവളെ പിക്ക് ചെയ്യാനായിട്ട് വീട്ടിലേക്ക് പോകണം. അവളെ അവിടെ നിന്ന് എടുത്തിട്ട് വേണം നമുക്ക് എയർപോർട്ടിലേക്ക് പോകാനായിട്ട്. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. എൻ്റെ ലഗേജൊക്കെ കംപ്ലീറ്റ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെ എടുക്കണം എന്നുള്ള ഐറ്റംസിൻ്റെ ലിസ്റ്റൊക്കെ ഞാൻ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ബുക്കിൽ ഒക്കെ ടിക്കറ്റ് പോയി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ മദർ റെഡിയാൻ വേണ്ടി ഇരുന്നുള്ളൂ. അതേ ചേട്ടൻ ഞാൻ വീട് നേരത്തെ റെഡിയാണ്. 2-3 ദിവസം മുന്നേ അവരെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അങ്ങനത്തെ നമ്മൾ ലഗേജൊക്കെ വണ്ടിയിൽ കയറ്റി വീട്ടിലോട്ട് പോകാൻ കേട്ടോ. ആമിക്കുട്ടി അവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. പിന്നെ അവളെ എടുക്കണം. അങ്ങനെ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ ആമിക്കുട്ടീനെ ഒരുക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിക്കാം. അങ്ങനെ നമ്മുടെ ആമിക്കുട്ടീനെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ആമിക്കുട്ടി ഞാനും കണ്ട മാച്ചാണ് അല്ല അമ്മി മാച്ചല്ലേ? അവിടെ കയറിയിരുന്നേ. കണ്ണിലിടുന്ന എങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ കയറിയിരിക്കും. കാണിച്ചു കൊടുക്കല്ലായിരിക്കും. ആമിയുടെ ഡ്രസ്സ് കണ്ട? ആമിയുടെ ഡ്രസ്സ് കാണുള്ളൂ. ആമി ഒന്ന് മേച്ചാ അല്ലേ? പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. ഞാനും ആമിയും ചേട്ടനും മാത്രമല്ല ഈ ഒരു ട്രിപ്പ് പോണത്. നമ്മുടെ കൂടെ അച്ഛനും അമ്മയും തക്കടും മണിക്കൂടിനും എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവാണ് കേട്ടോ. ഫാമിലി എല്ലാവരും കൂടിയിട്ട്. അവർ ആദ്യമായിട്ടാണ് കേട്ടോ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യണത്. നമ്മുടെ ആമിക്കുട്ടിയും ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് ഫ്ലൈറ്റിൽ പോണത് അല്ല ആമി? പ്ലെയിനിൽ ആദ്യമായിട്ടല്ല പോണത് ആമി അല്ലേ? അതെ അമ്മ ഭയങ്കര ഹാപ്പിയാ അല്ല അമ്മ? അച്ഛനായിട്ട്. അപ്പൊ നമ്മളെല്ലാവരും റെഡി ആയിട്ട് നിൽക്കാണ് കേട്ടോ. അതിന് നമ്മുടെ പെട്ടിയിലൊക്കെ വെയിറ്റ് നോക്കണം. ഫുഡൊക്കെ കഴിച്ചു. നൈറ്റാണ്, പുലർച്ചെയാണ് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത്. അപ്പൊ നമ്മള് പോവാൻ റെഡി ആയിട്ടാ. കണ്ട ഫുൾ സെറ്റപ്പ്. നമ്മുടെ വണ്ടി വന്നു. മണിക്കൂട്ടിൽ ഹായ് പറഞ്ഞ. നമ്മൾ അത്യാവശ്യം ആൾക്കാരുണ്ട്. മൊത്തത്തിൽ 7 പേരുണ്ട്. അതുകൊണ്ട് 7 പേരുടെയും പെട്ടിയും കാര്യങ്ങളും അങ്ങനെ കുറേ കിട്ടുമ്പോണ്ടൊക്കെ ആയിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ ഒരു ഇനോവ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കൊള്ളുമോന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ സിമ്പിളായിട്ട് കയറിയിട്ട് സംഭവം നിസ്സാരമായിരുന്നു. എല്ലാം വേഗം അടക്കി വെച്ചു. ഞാൻ ഇങ്ങനെ എല്ലാം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എല്ലാം കൊള്ളുമോന്നൊക്കെ. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല. നമുക്കറിയണ ഒരു ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. നേരത്തെ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുലർച്ചയ്ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ട് ട്രാവൽ ചെയ്യുന്നത് കുറേ പേരുണ്ട്. അപ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ തരാനും ഒക്കെ ആയിട്ട് എല്ലാം കോർഡിനേറ്റ് ചെയ്യാനൊക്കെ നേരത്തെ എത്തണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എയർപോർട്ടിൽ നേരത്തെ എത്തിയിട്ടുണ്ടായി. പിന്നെ പെട്ടി മാറാണ്ടിരിക്കൊരു യെല്ലോ റിബണൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളത് മാറ്റി. എന്തോ അലമ്പ് പോലെ തോന്നി. ആമിക്കുട്ടിയുടെ എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു ട്രോളി ബാഗ്. അപ്പോൾ തുടങ്ങിയ സംഭവം അവളുടെ ഐറ്റംസ് മാത്രമേ അതിൽ വെച്ചിട്ടുള്ളൂ. വീട്ടിൽ നിന്ന് തുടങ്ങി തള്ളിക്കൊണ്ട് നടക്കുന്നത് കേട്ടോ. എയർപോർട്ടിൽ എത്തിയപ്പോഴും ആൾ തന്നെ തള്ളാന്ന് പറഞ്ഞിട്ട് കുറേ തവണ അത് മറിച്ചിട്ട് തള്ളി നടക്കുന്ന കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. നമ്മുടെ എല്ലാവരുടെയും എന്താ പറയുക ലഗേജൊക്കെ കൊടുത്ത് ചെക്കിങ് കഴിഞ്ഞു. ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യാണ്. ഫ്ലൈറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഫ്ലൈറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം. ഫോണൊക്കെ ചാർജ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞില്ല നമ്മൾ പോകുന്നത് തായ്ലാൻഡിലോട്ടാണ് കേട്ടോ. നമ്മുടെ 3 പേരുടെ ബോർഡിംഗ് പാസ്സാണ്. തായ്ലാൻഡ് എന്ന് പറയുന്ന ഫ്ലൈറ്റിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ തായ്ലാൻഡിലേക്കുള്ള സിമ്മൊക്കെ എടുത്തു. 10 GB ആണ് ഡാറ്റ വരുന്നത്. അങ്ങനെ ഒരു സിമ്മ് നമുക്ക് ആവശ്യമായിരുന്നു. അങ്ങനെ ദേ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ആമി ആദ്യമായിട്ട് ഫ്ലൈറ്റ് ചെയ്യാൻ പോയല്ലേ തായ്ലൻഡിൽ. ഫൈനലി നമ്മൾ ലാൻഡ് ചെയ്തു ഗൈസ്. നമ്മൾ വന്ന് ഇറങ്ങിയിട്ടുള്ളത് ബാങ്കോങ്ങിലെ DMK എയർപോർട്ടിലാണ് കേട്ടോ. ഫ്ലൈറ്റ് കയറിയപ്പോൾ തുടങ്ങി ആമിക്കുട്ടി ഭയങ്കര വാശിയായിരുന്നു വിൻഡോ സീറ്റ് വേണമെന്ന് പറഞ്ഞിട്ട്. സാധാരണ ട്രാവൽ ചെയ്യുമ്പോൾ വിൻഡോ സീറ്റ് പിടിക്കാറുള്ളത് ഞാനായിരുന്നു. ഇനിയിപ്പോൾ ക്രാങ്ങളായി കഴിഞ്ഞ് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കണ്ടേ. അങ്ങനെ ആമിക്കുട്ടിയാണ് വിൻഡോ സീറ്റിലൊക്കെ ഇരുന്ന് ട്രാവൽ ചെയ്ത്. അവളുടെ ഫസ്റ്റ് ടൈം ഫ്ലൈ ആണ്. അങ്ങനെ അവൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ടേക്ക് ഓഫിൻ്റെ ടൈമിൽ അവൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പ്രഷർ ചേഞ്ച് വരുമല്ലോ, അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് ചെയ്യുവേദന എടുക്കും. അതൊന്നും അവൾക്ക് വലിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ലാൻഡ് ചെയ്യുന്ന ടൈമിൽ ആമി നല്ല കരച്ചിലായിരുന്നു. കുറേ നേരം കരഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ.
ചെവിയൊക്കെ പൊത്തി പിടിച്ചു കൊടുത്തെങ്കിലും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എന്തിനു പറയണേ, ലാൻഡ് ചെയ്യാൻ നേരത്തെ എനിക്ക് നല്ല ചെവി വേദനയായിരുന്നു കേട്ടോ. സാധാരണ എനിക്ക് അങ്ങനെ ഉണ്ടാവാറില്ല ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ. ഇപ്രാവശ്യം സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. സ്മൂത്തായിട്ട് ലാൻഡിങ്ങൊന്നും അല്ലായിരുന്നു. പിന്നെ കടാവിൻ്റെ കാര്യം പറയണ്ടല്ലോ, അച്ഛനും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചെവിയിൽ ആ ഒരു സംഭവം വെക്കില്ലേ, പ്രഷർ ചേഞ്ച് ഉണ്ടാവാണ്ടിരിക്കാനായിട്ടും, അത് വെച്ചിട്ടും അച്ഛനും വന്നിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ, ഫ്ലൈറ്റ് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറി കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു വോൾവോ ബസ്സിലാണ് കംപ്ലീറ്റ് തായ്ലൻഡ് ട്രാവൽ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ മെയിൻ ലഗേജൊക്കെ അതിൽ കയറ്റി വെച്ച് ആവശ്യത്തിനുള്ള ഹാൻഡ് ബാഗേജ് മാത്രം എടുത്തിട്ട് നമ്മൾ വണ്ടിയിൽ കയറി ഇരിപ്പായിട്ട് ആമിക്കുട്ടി എപ്പോഴും വിൻഡോ സീറ്റ് തന്നെ പിടിച്ചു. ഞാനൊരു ട്രാക്ക് സ്യൂട്ടും അതുപോലെ ഹുഡീസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആമിക്കുട്ടിനും അതുപോലെ കട്ടിയുള്ള ടൈപ്പ് തന്നെ ഇടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഫ്ലൈറ്റിൽ നല്ല തണവുണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട്. ഇവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ പോലെ നല്ല റോഡുകളും മുക്കും മൂലയും ഒക്കെ നമുക്ക് അതിശയം, അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇവിടുത്തെ ആൾക്കാർ കണ്ടിട്ട് ശരിക്കും അതിശയമായിട്ട് ഒക്കെ ഒരുപോലെ ഇരിക്കണം. വണ്ണം കുറഞ്ഞ് വെളുത്ത് തൊടുത്ത ആൾക്കാരാണ് കൂടുതലുള്ളത്. അങ്ങനെ നല്ലൊരു സ്ഥലമാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഞാൻ കുറേ ആഗ്രഹിച്ചിരുന്നു പോകണമെന്ന്. എൻ്റെ പണ്ട് മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു തായ്ലൻഡ് പോകണമെന്ന്. പ്രത്യേകിച്ച് നമ്മുടെ സുജിത് ഭക്തൻ്റെ പണ്ടത്തെ വീഡിയോ ഒക്കെ ഇല്ലേ, അത് കണ്ടപ്പോൾ തുടങ്ങിയാണ് കേട്ടോ എൻ്റെ ആഗ്രഹം കൂടിയത്. പണ്ടത്തെ നമ്മുടെ ഡെയിലി വ്ളോഗ്സിലൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു എനിക്ക് തായ്ലൻഡ് പോകണമെന്ന് നല്ല ആഗ്രഹമാണെന്ന്. അങ്ങനെ വിൻഡോ സീറ്റ് എനിക്ക് കിട്ടാൻ ഒരു വഴിയില്ല. അത് കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറിയിരുന്നു കേട്ടോ. ഈ ഗ്ലാസിൻ്റെ അവിടെ ക്ലീൻ അല്ലായിരുന്നു, കുറച്ച് ഡേർട്ടി ആയിരുന്നു കേട്ടോ. പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുറത്തെ കാഴ്ചകൾ അങ്ങോട്ട് ക്ലിയർ ആയിട്ട് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ആമിക്കുട്ടിയാണെങ്കിൽ അവളുടെ വിൻഡോ സീറ്റ് എനിക്ക് തരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ആ ഒരു ഗ്ലാസ് ആണെങ്കിൽ നല്ല ക്ലിയർ ആയിരുന്നു, പുറത്തെ കാഴ്ചകളൊക്കെ ശരിക്കും കാണാം. പക്ഷെ അവളുടെ അടുത്തിരുന്ന് ഷൂട്ട് ചെയ്യുമ്പോഴേ ആകെ ഷെയ്ക്ക് ആവുക വീഡിയോ, അവളിങ്ങനെ അനങ്ങി ശരിക്കും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ബാങ്കോങ്ങിലെ എയർപോർട്ടിൽ നിന്ന് നേരെ പോണത് പട്ടായയിലോട്ടാണ്. ഇവിടെ നിന്ന് ഒരു 2-2.5 മണിക്കൂറുണ്ട് പട്ടായയിലോട്ട്. നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും അവിടെ നിന്നാണ് കേട്ടോ. ഒരു 3 ദിവസം നമ്മൾ പട്ടായയിലുണ്ടാകും. അതിന് ശേഷം വീണ്ടും നമ്മൾ ബാങ്കോങ്ങിലോട്ട് തിരിച്ച് വന്നിട്ട് ഇവിടെ ഒരു 2 ദിവസം, സെക്കൻഡ് ഡേയുടെ ലാസ്റ്റ് നമ്മൾ തിരിച്ചു പോവുകയാണ് ചെയ്യുക. എയർപോർട്ടിലോട്ട് പോകും. അവിടെ നമ്മൾ ഫ്ലൈറ്റ് കയറി നെക്സ്റ്റ് ഡേ നമ്മൾ എവിടെ എത്തും, നമ്മുടെ നാട്ടിലെത്തും. അങ്ങനെയാണ് നമ്മുടെ ടൂറ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് ടൂറ് നമ്മൾ ഈ ഒരു ട്രാവൽ ചെയ്യണത് ഈ ഒരു വോൾവോ ബസ്സിലും ആയിരിക്കും കേട്ടോ. എയർപോർട്ടിൽ വരണ സമയത്ത് ഞാൻ ഹാൻഡ് ബാഗേജിൽ നമുക്ക് അധികം ഐറ്റംസ് ഒന്നും കരുതാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ കുട്ടികളെ കൊണ്ട് വരുന്നവരാണെങ്കിൽ മിനറൽ വാട്ടറിൻ്റെ ഒരു ബോട്ടിൽ നമുക്ക് ബാഗിൽ വെക്കാം. പിന്നെ സ്നാക്സ് കുറേ ഒന്നും വെക്കാൻ പറ്റില്ല. കുറച്ച് ബിസ്ക്കറ്റ് കാര്യങ്ങൾ വളരെ കുറച്ച് മാത്രം എടുത്ത് വെച്ചാൽ മതി. അവർ പിടിക്കുകയാണെങ്കിൽ അവരതൊക്കെ കളയും കേട്ടോ. മറ്റ് ജ്യൂസ്, ഡ്രിങ്ക്സ്, കൂൾ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊന്നും വെക്കാനായിട്ട് പറ്റില്ല. അതൊക്കെ എടുത്ത് മാറ്റും കേട്ടോ. എനിക്കുണ്ടായ അനുഭവമാണ്. ഞങ്ങൾ തിരിച്ച് വരുന്ന സമയത്താണ്, പോണ സമയത്താണ് നമ്മുടെ ബാഗിലുണ്ടായിരുന്ന മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലുകളൊക്കെ അവരെടുത്ത് മാറ്റി. അപ്പോൾ കുറേ ഒന്നും വാങ്ങി വെക്കേണ്ട. കുട്ടികളുള്ളവരാണെങ്കിൽ മാത്രം ഒരു ബോട്ടിൽ വാങ്ങി വെച്ചാൽ മതി. ഫ്ലൈറ്റിൽ നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ. മിനറൽ വാട്ടറിൻ്റെ കുഞ്ഞൊരു ബോട്ടിൽ തന്നെ നമ്മൾ 60 ബാത്തൊക്കെ കൊടുക്കണം. നല്ല റേറ്റ് വരും. പക്ഷെ അത് നമ്മൾ വാങ്ങാൻ തന്നെ വേണം. അല്ലാണ്ട് ഇവർ വെള്ളമൊന്നും നമ്മുടെ അവിടേക്ക് നമുക്ക് അലോ ചെയ്യണില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബാക്കി വീഡിയോസ് വഴിയേ വരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. അതുവരേക്കും എല്ലാവരും നല്ല ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.